പറഞ്ഞതുപോലെ ഞാൻ അവിടുന്ന് ട്രെയിനൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായി റോഡിലൊക്കെ നോക്കുമ്പോൾ കുറേ കാഴ്ചകളൊക്കെ കാണാമല്ലോ. അപ്പം അങ്ങനെ കാഴ്ചകൾ കണ്ടതിൽ കുറച്ചും കൂടി ഉള്ള കാര്യങ്ങൾ റോട്ടിലെ റോട്ടിലെ കുറച്ച് കാര്യങ്ങളാണ്. കുറേ പേര് ഹെൽമെറ്റ് വെക്കണില്ല, 3-4 പേരൊക്കെയാണ് ബൈക്കിൽ പോണ്. പിന്നെ അങ്ങനെ കുറേ പരിപാടികൾ. അപ്പോൾ അതിൽ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബൈക്കിൻ്റെയും ബാക്കിൽ അത്യാവശ്യം കാണാൻ കൊള്ളുന്ന പെമ്പിള്ളേരുണ്ട്. കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിച്ച് അടിപൊളി പിള്ളേർ. അത് ഓടിക്കണ ചെക്കന്മാർ ഒരുമാതിരി, ഞാൻ ആമ്പിള്ളേരങ്ങനെ മോശമായി പറയില്ല കേട്ടോ, എന്നോട് കണ്ട കാര്യം പറഞ്ഞത്. അപ്പോൾ അത്രയും ഒരു എന്താ പറയുക, അവർക്ക് യോജിക്കാത്ത പോലത്തെ ആൾക്കാരിക്കുന്ന വണ്ടി പോകും. അപ്പം ഞാൻ കുറേ സന്തോഷിച്ചു, ദൈവമേ നമുക്കും അപ്പോൾ ഒരു ഏകദേശം മനസ്സിലുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ വിചാരിച്ചു ഞാൻ. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവിടെ ബൈക്ക് ഊബറായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ബൈക്കിൽ ഇങ്ങനെ ഊബറിൽ ലേഡീസിനെ കൊണ്ടുപോകുന്നതാണ് ശരിക്കും പറയണത്. അത് ഞാൻ കേട്ടപ്പോൾ എൻ്റെ മനസ്സാകെ ചത്തുപോയി. അപ്പോൾ പിന്നെ ആ പരിപ്പ് ഈ കൊലത്തിൽ വേവില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ആ കാര്യം കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ പടങ്ങളൊന്നും അങ്ങനെ കാണാത്തതാണ്. പക്ഷേ 2 ദിവസമായിട്ട് കുറച്ച് പടങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് കാണുന്നുണ്ട്. റോന്ത് എന്ന് പറഞ്ഞൊരു പടം, നല്ല പടമാണ് കേട്ടോ. അതുകൊണ്ട് എൻ്റെ അമ്മയെ ത്രില്ലിങ് മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു മൂവി മുട്ടണ്ട, സൂപ്പർ പടം. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സീൻ എന്ന് പറയുന്നത് റോഷൻ തന്നെയാണ് ആ പുള്ളിയുടെ പേരുന്നുണ്ട്. റോഷൻ്റെ കൊച്ചിനിങ്ങനെ പനിയായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഒരു സീനുണ്ട്. അപ്പോൾ പ്രതാപോത്തനാന്നുണ്ട് വണ്ടി ഓടിക്കുന്നു. മറ്റേ പെട്രോളിങ്ങിൻ്റെ ഇടയിലാണ് അവർ വരുന്നത്. ഇങ്ങനെ ഫോൺ വിളിച്ച് അങ്ങനെ ഹോസ്പിറ്റലിൽ വന്ന് ആ ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്ന അവരുടെ റോഷൻ്റെ അമ്മയും വൈഫും കൊച്ചും കൂടിയിട്ടാണ് മറ്റേ പോലീസ് ജീപ്പിൽ ഇങ്ങനെ ഇറങ്ങി. അപ്പോൾ വണ്ടിയില്ലാത്താണ് പോലീസ് ജീപ്പ് പെട്ടെന്ന് എടുത്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെ പോലീസ് ജീപ്പിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തി ഹോസ്പിറ്റലിൽ കയറ്റി കൊണ്ടുപോകുന്ന സമയത്ത് 2 പേര് ആ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. മറ്റേ കസാരയിൽ ബൈസാറിലൊക്കെ ഇരിക്കുന്ന പോലെ അങ്ങനെ പുറത്ത് ഇങ്ങനെ വിസിറ്റിങ്ങിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരുത്തൻ പറയണു, നോക്കിയടോ നീ ഒരു എവിടുന്നോ ഏതോ ലോഡ്ജിൽ നിന്ന് പിടിച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടിരിക്കുക. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഉള്ളിൽ കയറിയിട്ട് റോഷൻ പുറത്തേക്ക് അവരുടെ അടുത്ത് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഡീലാക്കിയിട്ട് ഇങ്ങനെ റോഷൻ പുറത്തേക്ക് വരുന്ന സമയത്ത് ഈ പുള്ളി വന്നിട്ട് ചോദിക്കുന്നുണ്ട് റോഷൻ്റെ അടുത്ത്, എവിടുന്നാ പിടിച്ച സാറേ, സാറത്തിന് ഏത് ലോഡ്ജിന്നാ പിടിച്ചേ? അപ്പോൾ റോഷൻ, അത് എൻ്റെ അമ്മയും എൻ്റെ വൈഫാണ് അത് കൊണ്ട് ഒരുമാതിരി സീൻ. അത് കഴിഞ്ഞിട്ട് തല്ലാൻ പോണ സമയത്ത് പ്രതാപോത്തൻ വന്നിട്ട് പിടിക്കും. എന്താ പ്രശ്നം, എന്താ കാര്യം? ഇപ്പോൾ സാറേ ഇവന് അവർ ഏത് ലോഡ്ജിന്നാ പിടിച്ചതെന്ന് അറിയണമെന്ന്. നീ എങ്ങടെ പോകണം ചോദിച്ചു അവൻ്റെ അടുത്ത്, റോഷൻ്റെ അടുത്ത് ചോദിച്ചു, നീ എങ്ങടെ പോകണം? ഞാൻ ബില്ലടയ്ക്കാൻ പോകും. നീ പോയി ബില്ലടിച്ച് ചെല്ലി അവൻ്റെ തോളത്തോട് കൈയിട്ടിട്ട് നീ ഇങ്ങോട്ട് വന്നിട്ട് അവനെ ഒരു കാര്യം പറയട്ടെ. അവനോട് നെയ്സായിട്ട് വിളിച്ചുകൊണ്ടായിട്ട് കാര്യം പറയുന്നുണ്ട്. അവൻ്റെ ഫാമിലി ആയിട്ട് സംസാരിച്ച് ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത്ര രസമായിട്ട് തോന്നില്ല. നിങ്ങൾ ആ പടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. ഈ പടം ഇപ്പോൾ ടെലഗ്രാമിലും ഒത്തിരി സമയമായി, അതിന് ഒത്തിരി ദിവസങ്ങളായി. അപ്പോൾ ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ നോക്കിയപ്പോൾ അതിൻ്റെ ചെറിയൊരു ക്ലിപ്പ് കൊണ്ട് ഭാഗം കണ്ടു. ആ ഭാഗം കണ്ടപ്പോൾ എനിക്ക് അടിപൊളി പടമാണല്ലോ. അപ്പോൾ ഞാൻ വേഗം അത് സെർച്ച് ചെയ്ത് പടം എടുത്ത് ഡൗൺലോഡ് ചെയ്ത് കണ്ടു. സൂപ്പർ പടം, അടിപൊളി പടം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാരണം അതൊരു പ്രൊമോഷനായിട്ട് പറയണ്ട. എനിക്ക് കണ്ടപ്പോൾ എനിക്ക് നല്ലൊരു പടമായിട്ട് തോന്നി. ഞാൻ വന്ന് കണ്ടതിൽ ഏറ്റവും നല്ലൊരു പടമാണെന്ന് തോന്നി. ഭയങ്കര ത്രില്ലിങ് മൂവിയും ഭയങ്കര നമുക്ക് രസിക്കാൻ പറ്റിയ കോമഡി എല്ലാ പരിപാടിയും ഉണ്ട്. പക്ഷെ അതിൻ്റെ എൻഡ് ഓഫ് ദ ഡേ ശരിക്കും നമ്മുടെ മനസ്സിൽ കിട്ടും. ആ സിനിമയുടെ ഏറ്റവും അവസാനം ശരിക്കും എന്താ പറയുക, ശരിക്കും നമുക്ക് മനസ്സിലാകാൻ തട്ടി നമുക്കൊരു വിഷമം പോലെയും. അത് തന്നെയാണല്ലോ ഓരോ പടത്തിൻ്റെ ഒരു ഡെപ്ത് എന്ന് പറയുന്നത്. നമുക്കൊരു മെസ്സേജ് കിട്ടുക, അല്ലെങ്കിൽ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ നമുക്ക് വിഷമത്തോടെ ഇറങ്ങിപ്പോരാ, അതൊക്കെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന നല്ലൊരു മൂവിയാണ്. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായിട്ട് പോയിട്ട് കാണണം. അടിപൊളി മൂവിയാണ്, അടാറ് മൂവിയാണ്. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നു. അപ്പോൾ നാളെ എന്തെങ്കിലും എൻ്റെ കണ്ണിൽ കാണുന്ന എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. എൻ്റെ ലൈഫിലുണ്ടാകുന്ന ഇൻസിഡൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ പോട്ടെ, ബൈ.